എന്തോ അലോഡല്ലേ? അപ്പോൾ എങ്ങനെ പോവാം? ഇത്രയും നല്ല ആംബിയൻസ് ഒന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. അപ്പോൾ കുമളിയിലെ ഒരു നൈറ്റ് സ്റ്റേ കഴിഞ്ഞ് കുമളിയിലെ ബ്ലൂമിങ്സ് എന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മളുള്ള ബ്ലൂമിങ്സ് എന്നൊരു ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അമീർ പൊറോട്ട, പതിവ് പോലെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വെള്ളപ്പം മുട്ടക്കറി, ജാസറല്ല ഇടിയപ്പം, ജാസറിൻ്റെ പറഞ്ഞ് പൊറോട്ടയും മുട്ട റോസ്റ്റും ആസ് യൂഷ്വൽ പൊറോട്ടയും മുട്ട റോസ്റ്റും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധനമൊക്കെ കഴിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. നല്ല ഇടിയപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിന് ഇതിന് നൂൽപുട്ട് എന്നാണ് പറയുക, ഇവിടെ ഇതിന് ഇടിയപ്പം എന്നാണ് പറയുക. അപ്പോൾ ഇടിയപ്പവും നൂൽപുട്ടും വന്നിട്ടുണ്ട്. ഇത് 3 മുട്ട റോസ്റ്റും കൂടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ട റോസ്റ്റ്, കാണാൻ നല്ല കളറൊക്കെ ഉണ്ട്. നമുക്ക് ജാസറിൻ്റെ സെൻറ്ററിൻ്റെ പൊറോട്ടയും കൂടി വന്നിട്ട് നമുക്ക് കഴിപ്പ് തുടങ്ങാം. നമ്മൾ എവിടെ പോയാലും മറക്കാൻ പറ്റാത്ത ഐറ്റാണ് കേട്ടോ പൊറോട്ട. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. മുട്ട റോസ്റ്റും നമുക്ക് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടെന്ന് ഇവിടുത്തെ മുട്ട റോസ്റ്റും നൂൽപുട്ടും ഇത് തേങ്ങാക്കൊത്തെല്ലാം ഉണ്ട് കേട്ടോ. ഇതിന് നല്ല തേങ്ങാക്കൊത്തെല്ലാം നല്ല കാണാൻ നല്ല അടിപൊളി നൂൽപുട്ടാണ്. കുറച്ച് മുട്ട റോസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇത് അപ്പോൾ നല്ല മുട്ട റോസ്റ്റിൻ്റെ മധുരം സ്പൈസി തേങ്ങാക്കൊത്തും നൂൽപുട്ടും എല്ലാം കൂടി അടിപൊളി. പൊറോട്ട എങ്ങനെയുണ്ട് നമുക്ക് സമയനോട് ചോദിക്കണം. സൂപ്പർ, കണ്ടാലും അറിയാലോ, നല്ല സ്പൈസി ആയിട്ട് നല്ല ഇത് അടിപൊളി പൊറോട്ട, നല്ല അടിപൊളി ചായ കേട്ടോ. ഇതായിട്ട് നമുക്ക് വീണ്ടും ഗ്രേവി തന്നിട്ടുണ്ട്. നല്ല ചായ, ഒരുപാട് ഗ്രേവി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ട റോസ്റ്റ് അടിപൊളിയാണ്, പൊറോട്ട അടിപൊളിയാണ്, നൂൽപുട്ട് അടിപൊളി, എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ മടങ്ങാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ ബ്ലൂമിംഗ് ബർഗ് എന്ന പ്രോപ്പർട്ടിയിൽ നിന്നും ഹോട്ടലിൽ നിന്നും നമ്മൾ ഇവിടുന്ന് നീങ്ങാണ്. ഇവിടുന്ന് നേരെ നമ്മൾ ഗവി അല്ല പോകുന്നത്, ഗവി നമ്മൾ ഗവിയിലോട്ട് പോകുകയാണ്. ഗവി നമുക്ക് അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഗവിയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയ യാത്ര കുമ്പളങ്ങിയിൽ നിന്നും നേരെ മൂന്നാർ പോയി. മൂന്നാറിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ട്. മൂന്നാർ, ഇടുക്കി, രാമക്കൽമേട്, അതുപോലെ മൂന്നാറിലെ തേയില സംബന്ധിച്ച കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ചെയ്തു. മൂന്നാറിൽ നമ്മൾ നിന്ന റിസോർട്ടും നമ്മളെ നിന്ന ഹോസ്റ്റലും എല്ലാം നമ്മൾ കണ്ട്. അവിടെ ചെയ്ത് കുക്ക് ചെയ്ത ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ കണ്ട്. ഏകദേശം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോന്നിട്ട് ഒരു 750 കിലോമീറ്റർ താണ്ടിരിക്കുകയാണ്. ഇതാണ് കുമളി ടൗണ്. ഏകദേശം ഒരു വലിയ ടൗണ് തന്നെയാണ് ഇത്. നമുക്ക് കാണാൻ പറ്റും. ഈ ഏരിയയിൽ ഫുള്ളായിട്ട് സ്പൈസസും അതുപോലെ ചോക്ലേറ്റ് ഷോപ്പ്, അതുപോലെ കുറേ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ്, അതുപോലെ തന്നെ ചിപ്സ്, എല്ലാ ഹലുവ, അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയായിരുന്നു, ക്യാമറ എടുക്കാൻ പറ്റില്ല, കുറച്ച് കോട ആയതുകൊണ്ട്. അങ്ങനെ നമുക്ക് യാത്ര തുടരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അതിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഗവിയിലോട്ടുള്ള യാത്രയിൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. എന്തോ അലോഡല്ലേ? അപ്പോൾ എങ്ങനെ പോവാം? പോകുന്ന വണ്ടി മാത്രമേ ഉള്ളൂ. ആണോ? ഇത് ഇലക്ഷൻ കാരനാണോ? ഇലക്ഷൻ കാരനാണോ? പ്രൈവറ്റ് വണ്ടി വിടത്തില്ല. ലോക്കൽ ആൾക്കാർക്ക് മാത്രമേ ഇതിലെ പ്രവേശനമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഏത് വഴി പോവാം? പത്തനംതിട്ട നാന്നാമത് വഴി ഇങ്ങോട്ടേ വരാൻ പറ്റുള്ളൂ. ഇത് വൺമയാണ്. ആണോ? പിന്നെ ഏത് വഴി പോവാം ഗവിയിലോട്ട്? ഇതിലെ പ്രൈവറ്റ് വണ്ടികൾക്ക് പ്രവേശനമില്ലാണോ? ഗവി പോകാൻ കഴിയില്ല. ഗവി പോകണമെങ്കിൽ പത്തനംതിട്ട വഴി നാന്നാമത് ഇങ്ങോട്ട് കയറുക. ഒരു ദിവസം 30 വണ്ടി കിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടല്ലെങ്കിൽ കയറണമെന്നുണ്ടെങ്കിൽ KSDC ടൂറിസ്റ്റ് കയറും. അതിന് നമുക്ക് സ്പോട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അത് അവരുടെ ഓഫീസ് ഇവിടെ ഉണ്ട്. ഇതിന് വർക്കിംഗ് ആണോ? ഇത് ഒരു 100 മീറ്റർ പുറകോട്ട് തന്നെ ഇല്ല, അത് ഓഫാൻ തോന്നുന്നു. കുറേ ഫോർമാലിറ്റീസ് ഇല്ല. അവിടെ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 1600 രൂപയാണ് പെർ ഹെഡ്.
നമുക്ക് ഇവിടെ പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. ഇവിടുന്ന് പ്രൈവറ്റ് വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. പത്തനംതിട്ട പോയിട്ട് വരണം. പത്തനംതിട്ടക്ക് ഇവിടുന്ന് 90 കിലോമീറ്റർ ആടുന്നുണ്ട്. നമ്മൾ ഗവിൻ്റെ ചെക്ക് പോസ്റ്റ് വരെ എത്തി. അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങളെ കടത്തി വിട്ടില്ല. അത് സ്വാഭാവികമാണെന്നാണ് പറയണത്. KTDCയുടെ പെർമിഷൻ വേണം. അവിടെ പെർ ഹെഡ് 1600 രൂപ വരുന്ന ഒരു സംഭവമുണ്ട്. അതെടുത്താൽ നമുക്ക് അതിൽ പോവാം. പക്ഷേ അതും ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾ വന്ന ഈ റൂട്ടിൽ ഗവിയിലോട്ട് പ്രൈവറ്റ് വണ്ടിയായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോവേണ്ടി വരും. കയറാൻ കഴിയൂല, ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ KTDCയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഈ ഗവിക്ക് കയറാൻ ഇവിടുന്ന് ഒരു വണ്ടി ഉണ്ട്, അത്ര ഫോറസ്റ്റുകാരുടെ തന്നെ വണ്ടിയുണ്ട്. അതിപ്പം കോവിഡ് സീസൺ ആയതുകൊണ്ട് അതും ഇപ്പം ഇല്ല. മാത്രമല്ല അവിടെ റോഡ് പണി, അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവിയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പത്തനംതിട്ട വഴി വന്നിട്ട് കയറാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരുപാട് കിലോമീറ്റർ റണ്ണ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മൾ പത്തനംതിട്ട എത്തിയ ശേഷം ആലോചിച്ച് തീരുമാനിച്ചിട്ട് അതുവഴി ഗവിയിലോട്ട് പോവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കോന്നിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോന്നിയിൽ നമുക്ക് കുറേ എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ വളഞ്ഞങ്ങാനം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഇതൊരു ചുരത്തിൻ്റെ മുകളിലാണ്. നമ്മൾ ഗവി പോകണമെന്നുള്ള പ്ലാനിൽ കുമളിയിൽ നിന്നും നേരെ ഗവിയിലോട്ട് പോയി. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല. എന്തായാലും അവിടുന്ന് നമ്മൾ അടുത്ത പ്ലാന് വെച്ചിട്ട് നമ്മൾ പത്തനംതിട്ട കോന്നിയിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഒരു ചുരത്തിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് ഷോപ്സ്, ടീ ഷോപ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്പോട്ടാണ്, നല്ല തണുപ്പുള്ള നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ വെള്ളച്ചാട്ടം ഒന്ന് കണ്ട് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നീങ്ങാം. കാരണം നമുക്ക് ചെറിയ രീതിയിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചായ കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ കോന്നി ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വൈബിൽ അങ്ങനെ നിന്ന് പോയല്ലോ. ശരിക്കും ചായ കുടിക്കാൻ വന്നതാണ്, വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിന്ന് പോയി. ഇത് വെറൈറ്റി വെള്ളച്ചാട്ടമാണ്. ഇവിടെ എന്തൊക്കെ ഉള്ളത് നോക്കാം. ഇവിടെ ബ്രെഡ് പൊരിച്ചതുണ്ട്, പഴം പൊരിച്ചതുണ്ട്, ഉള്ളിവട ഉണ്ട്, വടയുണ്ട്, സമൂസ ഉണ്ട്, പരിപ്പുവട ഉണ്ട്. ചായ അല്ല കേട്ടോ, ചായ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം. ഉള്ളിവട നല്ല ചൂട്, ഇപ്പോൾ എടുത്തതേ ഉള്ളൂ എണ്ണേന്. ഞാൻ പരിപ്പുവട ഉണ്ട്, സമീർ പരിപ്പുവട കഴിക്കുന്നുണ്ട്, യാത്ര സമൂസ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിരുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കും. ഇത്രയും നല്ല ആംബിയൻസ് ഒന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. ഇല്ല, നല്ല ചൂടുണ്ട്. ഞാനിത് ചട്ടിക്ക് എടുത്ത് ചേച്ചി എടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു. നല്ല ചൂടുണ്ടോ? ഭയങ്കര ക്രിസ്പിയാണ്. ക്രിസ്പി അതെ, നന്നായിട്ട് കുറേ ആയിട്ടുണ്ട്, അതാണ് ക്രിസ്പി. കുറേ ആയാൽ പിന്നെ കടിക്കാൻ കഴിയാതെ ആവില്ല. ഇത് നോക്കിയാൽ ഇത് എണ്ണയിൽ ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. കറുമുറായിട്ട് ഇത് കടിച്ചതാ. പഠിച്ചത് ഇതെങ്ങനെയുണ്ട്? പോടാ, സംഭവം ഫ്രഷാണ്. സുഹൃത്തുക്കളെ, വെള്ളച്ചാട്ടത്തിനുള്ളിലൂടെ മഴവില്ലാണ് ഇവിടെ കാണുന്നത്. നമുക്ക് പക്ഷേ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാവും നമുക്കറിയില്ല. അതിവിടെ അങ്ങനെ കാണാൻ പറ്റുന്നത് മഴവില്ല് അല്ലേ? എന്ത് പ്രതിഭാസം നമുക്കറിയില്ല. വെള്ളച്ചാട്ടത്തിൽ മഴവില്ല് ഇങ്ങനെ കാണുന്നുണ്ട്. ഓ മൈ ഗോഡ്, വെയിൽ പോയാൽ അത് പോകണം. അതെ. എന്തായാലും നമുക്ക് ചായ കുടിച്ച് ഇതേ ചൂടുള്ള പരിപ്പുവട, ചൂടുള്ള ഉള്ളിവടയും ചൂടില്ലാത്ത പരിപ്പുവടയും ചെറുനീര് കഴിച്ചിട്ട് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് നീങ്ങാം. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. നല്ല നൈസ് വെള്ളച്ചാട്ടമാണ്. കട്ടിയിലൊഴുകല, ഒരു എന്താ പറയുക, സ്പ്രേ ചെയ്യുന്ന പോലെ, വെള്ളം സ്പ്രേ ചെയ്യുന്ന പോലെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. വെള്ളച്ചാട്ടം ഇവിടെ വീണിട്ട് ആ തുള്ളി ഇങ്ങനെ ഉച്ചയാണ് കേട്ടോ, ആ കാറ്റാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഭയങ്കര സമയം ഇത് ഇറങ്ങി കുളിക്കണമെന്നുണ്ട്. പക്ഷേ അല്ല, സാഹചര്യം നമുക്ക് അനുവദിക്കാത്തതുകൊണ്ട് ഇവിടുന്ന് വരും. ഇത് എല്ലാ കാലത്തും ഉള്ളതാണോ അതോ മഴക്കാലത്ത് മാത്രം ഉണ്ടാവണതാണോ അല്ലേ? കാരണം ഇത് സംഭവം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ തവണയും ഉള്ള ഒരു സംഭവം തന്നെയായിരിക്കും. ഇത് വറ്റാറുണ്ടാവില്ല. മണ്ണിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് അരുവികളിൽ കൂടിച്ചേർന്ന് വരുന്ന ഒരു വെള്ളമായതുകൊണ്ട് സാധാരണ സമയത്ത് ഉണ്ടാവേണ്ടതാണ്. ഏതായാലും അടിപൊളി ഒരു സ്ഥലം തന്നെയാണത്. വെള്ളച്ചാട്ടം പൊളിയാണ്, ഉഷാറാണ്. പോവാം, ഇവിടെ വിട്ട് പോവാം അല്ലേ?
ഓക്കെ, അടിപൊളി സ്ഥലമാണ്. അതായത് നമ്മൾ ഹൈ റേഞ്ചിൽ പോയപ്പോൾ മുഴുവൻ നമ്മൾ തേയിലത്തോട്ടമായിരുന്നു കണ്ടിരുന്നത്. മൂന്നാറാണെങ്കിലും വയനാടാണെങ്കിലും ഒക്കെ നമ്മൾ തേയിലത്തോട്ടങ്ങൾ മാത്രമായിരുന്നു. നല്ല ഭംഗിയിൽ കൃഷി ചെയ്തിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ. ഈ ഒരു ഏരിയയിൽ വന്ന് നോക്കുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്. നല്ല ഒരു നിരനിരയായി വരിയായി കുഴിച്ചിട്ട്. അതുപോലെ തമിഴ്നാട്ടിൽ പോയപ്പോൾ നേരെ തിരിച്ച് നമ്മൾ വാഴ കൃഷി, അതുപോലെ മുന്തിരിത്തോട്ടങ്ങള്. ഇവിടെ എത്തിയപ്പോ നേരെ തിരിച്ച്. അപ്പൊ ഓരോ ഏരിയക്ക് അനുയോജ്യമായ കൃഷി. ശരിക്കും നമ്മൾ ഒരുപാട് ടെറൈനിലൂടെ കയറി ഇറങ്ങി. അതെ. ഇപ്പം മിനിമം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 3-4 ടെറൈനിലൂടെ നമ്മൾ കയറി ഇറങ്ങി. അതുകൊണ്ടാണ് നമ്മൾ തേയിലത്തോട്ടം കണ്ടു, ഇതുപോലെ മുന്തിരിത്തോപ്പുകൾ കണ്ടു, പിന്നെ ഇപ്പൊ ഇതാ നമ്മള് റബ്ബറിന്റെ തോട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് കോന്നിയിലോട്ട് പോവാം. അപ്പൊ നമ്മളിനി പോകാൻ നിൽക്കുന്നത് കോന്നിയിലാണ്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോ ബൈ.